സ്തുതിയായിരിക്കട്ടെ. ഈ നൊയമ്പുകാല ചിന്തകൾക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. നിയമജ്ഞരെ വിമർശിക്കുന്നു. ഇന്നത്തെ വചനഭാഗത്തിൽ യേശു വ്യത്യസ്തമായ 2 മനോഭാവങ്ങളെ നമുക്ക് മുന്നിൽ വയ്ക്കുന്നു. പുറത്തു കാണിക്കുന്ന ഭക്തിയും ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണവും. ആദ്യ ഭാഗങ്ങളിൽ യേശു ശാസ്ത്രിമാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അവർ നീണ്ട വസ്ത്രം ധരിച്ച് ആളുകളുടെ അഭിനന്ദനം തേടുന്നു. സിനഗോഗുകളിലും വിരുന്നുകളിലും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നു. അവർ പുറത്തേക്ക് വിശുദ്ധരായി തോന്നുമെങ്കിലും ഉള്ളിൽ അവർ സ്വാർത്ഥരും അഹങ്കാരികളുമാണ്. അവർ വിധവകളുടെ വീടുകൾ വിഴുങ്ങുകയും നീണ്ട പ്രാർത്ഥനകൾ നടത്തി ഭക്തിയുടെ മുഖംമൂടി ധരിക്കുകയും ചെയ്യുന്നു. ഈ വചനഭാഗത്തെക്കുറിച്ച് യേശു നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം കാണുന്നത് നമ്മുടെ പുറംഭാവമല്ല, ഹൃദയത്തിന്റെ സത്യസന്ധതയാണ് എന്നതാണ്. യേശു ദേവാലയത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പല ധനികരും അധികമായി പണം നിക്ഷേപിക്കുന്നു. എന്നാൽ ഒരു ദരിദ്ര വിധവ 2 ചെറുനാണയങ്ങൾ ഇടുന്നു. സാമ്പത്തികമായി നോക്കുമ്പോൾ അതിനൊരു വിലയുമില്ല. പക്ഷെ യേശു പറയുകയാണ്, ആ ദരിദ്ര വിധവ എല്ലാവരിലും അധികമായി നിക്ഷേപിച്ചു എന്ന്. കാരണം അവൾ കൊടുത്തത് തൻ്റെ സമ്പത്തിൽ നിന്നല്ല, തൻ്റെ കുറവിൽ നിന്ന് മുഴുവനും സമർപ്പിച്ചു. ഇവിടുത്തെ പ്രധാന സന്ദേശം ദൈവത്തിന് അളവല്ല പ്രധാനം, മനസ്സാണ് പ്രധാനമായത്. നാം എന്തു കൊടുക്കുന്നു എന്നതിലുപരി എങ്ങനെ കൊടുക്കുന്നു എന്നാണ് അവിടുന്ന് നോക്കുന്നത്. ആളുകളുടെ പ്രശംസയ്ക്കായി നാം കൊടുക്കുന്ന ദാനം ദൈവത്തിന് പ്രിയമല്ല. എന്നാൽ വിശ്വസ്തയോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി കൊടുക്കുന്ന ചെറിയ സമർപ്പണം പോലും ദൈവസന്നിധിയിൽ അമൂല്യമാണ്. ഇന്നത്തെ വചനഭാഗം നമ്മെ വിനയത്തിലേക്കും വിശ്വസ്തതയിലേക്കും നയിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവൻ കഴിവ്, സമ്പത്ത്, സമയം ഇവയെല്ലാം ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ചെറിയ കാര്യങ്ങളിൽ പോലുമുള്ള ആത്മാർത്ഥത ദൈവരാജ്യത്തിൽ വളരെ വിലയുള്ളതാക്കും. സമ്പത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന സ്വാർത്ഥരായ മനുഷ്യരുടെ ഇടയിൽ ദൈവസ്നേഹം അമൂല്യമായി കാണുന്ന മനുഷ്യരായി മാറുക എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ദൈവസ്നേഹത്തെക്കാൾ വലിയൊരു അമൂല്യമായ ഒരു സ്നേഹമില്ലെന്നും സ്വർഗരാജ്യമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞ് ഈ നൊയമ്പുകാലം ഈ വചനഭാഗത്തിലെ വിധവയെ പോലെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് അവിടുത്തേതായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. ആമേൻ.